ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഗി സ്റ്റോറി എന്ന് പറയുന്ന ഈ മൂഞ്ചി തെറ്റിയ സ്റ്റോറിയെ ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് റിവ്യൂ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ്. പക്ഷെ റംസാനൊക്കെ ആയതുകൊണ്ട് ആ പ്രൊപ്പഗണ്ട സിനിമ കാണണ്ട എന്ന് വിചാരിച്ചു. ഏതായാലും നമ്മുടെ അശ്വന്ത് കോക്ക് ഈ സിനിമ കണ്ടു കേട്ടോ. പുള്ളി കണ്ടിട്ട് ഇതിനെ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ ആ റിവ്യൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള സംഗി ഓളികൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കേരളത്തിലെ ഒരു കുട്ടിയുടെ ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മുണഞ്ഞ സിനിമയ്ക്ക് എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ട്? അപ്പം ഇവിടെ കേരളത്തിൽ സംഘപരിവാർ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അല്ലേ? നമുക്കേതായാലും അശ്വന്ത് കോക്കിൻ്റെ ആ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സംഗി സ്റ്റോറിയെ ഊക്കി ഭിത്തിയിൽ ഒട്ടിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ കേരള സ്റ്റോറിയുടെ ടൈറ്റിൽ ഡിസൈൻ ചെയ്ത സമയത്ത് അതിന് യൂസ് ചെയ്ത കളർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരള എന്നുള്ളത് പച്ചൽ എഴുതിയിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, പച്ചൽ. പണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രചാരണത്തിന് വന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടിട്ട് നോർത്തിൽ മൊത്തം ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം പച്ച. ആ ഒരു സാധനം വെച്ചിട്ടാണ് ഇവർ അതിന് പച്ച കളർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിഷം, ഇവരുടെ ഉള്ളിലെ വിഷം, ഇവരുടെ പ്രൊപ്പഗാൻഡ ലെവല് എത്രത്തോളം ആലോചിച്ച് നോക്കണം. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലുടനീളം സംഭവിക്കുന്നുണ്ട് എന്നുള്ള പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇത് കേരള സ്റ്റോറി എന്നുള്ള പേര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ ആദ്യത്തെ സിനിമയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും കൺവേർഷൻസ് നടക്കുന്നുണ്ട്, ഇവിടെ മൊത്തം ഇവിടുത്തെ മുസ്ലിംസ് മൊത്തം തീവ്രവാദികളാണ്, ഇവരെ പരിപാടി ഏതാണ്, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. കുട്ടിയെ അത് അഗെയിൻ നായർ. ഇപ്പോൾ കേരളത്തിലാകുമ്പോൾ നായരായിരിക്കണല്ലോ. ഈ സംഗീതത്തിൽ പ്രത്യേകത ഉണ്ട്. അവരെല്ലാ ഹിന്ദുക്കളായി കാണുന്നില്ല. അവർ ദളിതരെയും അതുപോലെ ഈ പിന്നോക്ക ജാതി എന്ന് നമ്മൾ റിസർവ്ഡ് ആയിട്ട് പറയുന്ന ആളുകളെന്ന് അവർ ഹിന്ദുക്കളായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ട് നായരെന്നേ ഇടുള്ളൂ. ഇപ്പം ഇഡ്ഡലി ദശ ചട്നി ഒക്കെ കഴിയുന്ന പിന്നെ നായരുട്ടിയായിട്ട് ഇവരൊന്നും പേരും ഈ ടെക്നീഷ്യൻസിന്റെ പേരും ഈ ഇത്രയും എന്താ പറയുക, ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സിനിമ എടുത്ത ആളെ എഴുതിയ ആളെ പേരും ഡയറക്ടറുടെ പേരും വാങ്ങാത്തില്ല ഞാൻ പറയുന്നില്ല. അതിനുള്ള പ്രസക്തിയില്ല. കാരണം അപ്പോൾ എന്തുമാത്രം പ്രൊപ്പഗാൻഡ അറിയാം ഇവരിതിലൂടെ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിഷത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 3 ഹിന്ദു പെൺകുട്ടികൾ, ഓക്കെ. അപ്പം 3 ആളെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന 3 മുസ്ലിം യുവാക്കൾ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി ഒരു സിനിമയാകുമ്പോൾ അങ്ങനത്തെ കഥ വേണമല്ലോ. അതിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് 3 വ്യത്യസ്തമായിട്ടുള്ള പെൺകുട്ടികൾ, അതിലൊന്ന് മലയാളി, ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്തുള്ള നായരുകുട്ടി, പിന്നെ 2 പെൺകുട്ടികൾ വേറെ സംസ്ഥാനത്ത്, പിന്നെ നോർത്തിലുള്ളവർ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കൺവേർഷൻ നടത്തുന്ന, ഇന്ത്യ പൂറ എന്താക്കണം ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റണം എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ 3 യുവാക്കൾ, മുസ്ലിം യുവാക്കൾ. അപ്പോൾ അവരെയും അങ്ങനെ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സ്പോയിലറും ഇതൊക്കെ പറയും. കാരണം ഈ സിനിമ എല്ലാവർക്കും പോയി കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതെല്ലാവരും കാണേണ്ട കാര്യമില്ല. ഇത് തള്ളിക്കളയേണ്ട സാധനമാണ്. ബീങ് എ റിവ്യൂവർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ സാധനം പോയി കണ്ടത്. കാരണം ഇത്രയും സിനിമ സകല തീട്ടപ്പടങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഞാൻ ഈ ഒരു സാധനം, ഈ ചാണാക്കുഴി സാധനം എന്തായാലും കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയണമല്ലോ, നാളെ അറിയേണ്ടത് അതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ പണ്ടും പോയി കണ്ടത്. അല്ല വേറെ ഇതിൻ്റെ പുറകിൽ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാധനം ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. 3 ഹിന്ദു പെൺകുട്ടികൾ, 3 മുസ്ലിം യുവാക്കൾ. അപ്പോൾ ഇവർക്ക് 3 തരത്തിലുള്ള ഫ്ലേവേഴ്സ് കൊടുത്ത്, ഒന്ന് ഒരു സിവിൽ സർവീസിനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി, അതാണ് മലയാളി പെൺകുട്ടി. മറ്റൊരു കുട്ടിക്ക് റീൽസ് എടുക്കണം, കുറേ പിന്നെ ഫോളോവേഴ്സ് വേണം, പൈസ ഉണ്ടാക്കണം, ഒരു ടിപ്പിക്കൽ ഒരു കണ്ടംപററി ഒരു പെൺകുട്ടി. അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഉള്ള ഒരു പെൺകുട്ടി റീൽസ് എടുത്തിട്ട്. 3ാമത്തെ പെൺകുട്ടി ഒരു വേറെ കാറ്റഗറി പിടിക്കണമല്ലോ. അപ്പോൾ അവൾ സ്പോർട്സിൽ കുന്തെറിയുന്ന ജാവലിൻ ത്രോ എറിയുന്ന കുട്ടി. അവൾ ദളിതമാണ്. അപ്പോൾ എല്ലാ തരത്തിലും റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഇപ്പോൾ ഇവരിരുന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ദളിതിനെ റെപ്രസെൻറ്റ് ചെയ്ത് വേണം. ഏത് സംഖ്യകളാണ് ദളിതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇതാക്കാൻ പോകുന്നത്. ഇവരാദ്യം നോർത്തിൽ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നവരെ ആദ്യം കൊല്ലുവരെയാ. ആദ്യമായിട്ടാണ് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് സത്യത്തിൽ എനിക്കൊരു എന്താ പറയുക, ഒരു ബഹുമാനം തോന്നിയത് കേട്ടോ. കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് വിളിച്ചു പറഞ്ഞു. കേരളത്തെ അപമാനിക്കുന്ന സിനിമ, അത് ജാതിക്കും മതത്തിനൊക്കെ അതീതമായിട്ടാണ് നമ്മൾ കേരള സ്റ്റോറി എന്ന സിനിമയെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഈ പറയുന്ന ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ്. വളരെ മോശമായ രീതിയിൽ കേരളത്തെ അപമാനിച്ച് പ്രൊപ്പഗണ്ടയായിട്ടുള്ള ഈ ഒരു സിനിമ സംഘി ഓളികൾ, അതായത് ഈ അണ്ടുമുക്കി ശാഖയിൽ നിന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് അതിനകത്ത് പോയി കണ്ട 4-5 പേര് സംഘികൾ പോലും ഈ സിനിമ വെറുത്തു എന്നുള്ള. കാരണം ബീഫിനെ തൊട്ട് കളിച്ച സംഖ്യകൾക്ക് സഹിക്കില്ല. ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന സംഖ്യകളാണ്. ഏറ്റവും കൂടുതൽ ബീഫും പൊറോട്ടയും തിന്നുന്നതും സംഖ്യകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ബീഫിനെ തൊട്ട് കളിച്ചതാണ് ഈ സിനിമ ഇത്രയും ഫ്ലോപ്പായത്. മൂഞ്ചി തെറ്റി അടപടലം അങ്ങ് ചാണാക്കുഴിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സിനിമ നമ്മൾ കേരളത്തിലും വടക്കേന്ത്യയിലും അടക്കം നമ്മൾ കണ്ടത്. കുറച്ച് സംഖ്യകൾ
പോയി കണ്ടിട്ട് വന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അല്ലേ. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചാൽ അത് ഇങ്ങനെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ കയറി നിന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ അപരമത വിദ്വേഷം പലർത്തുന്ന ഇത്തരം പ്രൊപ്പഗണ്ടയായിട്ടുള്ള സിനിമകൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. കാലേ വാരി നിലത്തടിച്ച് ചാണാക്കുഴിയിലേക്ക് പോയത്. അപ്പം ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.